ഗോപികൃഷ്ണൻ യഥാർത്ഥത്തിൽ ഈ BJP-യിൽ പടലപ്പിണക്കമുണ്ടെന്നോ നേതൃത്വത്തിൽ പ്രശ്നമുണ്ടെന്നോ ഒന്നും പറഞ്ഞാൽ BJP സംസ്ഥാന അധ്യക്ഷന് സമ്മതിച്ചു തരാൻ പറ്റില്ല. അത് അദ്ദേഹം ഇരിക്കുന്ന ജോലിയോട് കാണിക്കുന്ന കൂറാണ്. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ആ രീതിയിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൽ കണക്ക് കൂട്ടുന്നത്? കാരണം ഇന്നത്തെ നേതൃയോഗം വലിയ ഗൗരവം നിറഞ്ഞത് തന്നെയാണ്. കാരണം ഈ കുറേ അധികം കാലമായി ദേശീയ നേതൃത്വത്തിന് വല്ലാത്ത തലവേദനയാണ് കേരളത്തിലെ ഈ BJP നേതൃത്വം ഉണ്ടാക്കുന്നത്. ഒരാളെ കണ്ടുകൂടാ, എന്താ ചെയ്യുക? SKN ഈ BJP-യിലെ ഇപ്പോഴത്തെ സാഹചര്യത്തെ മനസ്സിലാക്കാൻ CK പത്മനാഭൻ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശം മാത്രം എടുത്താൽ മതി. നേതാക്കൾ ഈഗോ ഒഴിവാക്കണം. ഇങ്ങനെയായിരുന്നില്ല BJP എന്ന സംഘടന മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈഗോ ഉള്ള നേതാക്കൾ അത് മാറ്റിവെക്കണം. സംഘടനയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്ന് സമ്മതിക്കാൻ തയ്യാറാകണം. അത് തുറന്ന ചർച്ചകൾക്ക് വിധേയമാക്കണമെന്ന് CK പത്മനാഭൻ കഴിഞ്ഞ ദിവസമാണ് SKN പറഞ്ഞത്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ BJP-യിൽ ഇതുവരെ ഉണ്ടായതുപോലെയുള്ള ആഭ്യന്തര പ്രശ്നങ്ങളല്ല, അതിരൂക്ഷമായ ആഭ്യന്തര തർക്കങ്ങളും പ്രശ്നങ്ങളും സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരായിട്ടുള്ള ശബ്ദങ്ങൾ കുറെ കൂടി ശക്തമായി പുറത്തേക്ക് വരുന്നു. അതിന് ഇത്തവണ അത് യുക്തിഭദ്രമായി ആ വിമർശനങ്ങളായി മാറുന്നുണ്ട്. കാരണം BJP-ക്ക് ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തിരിച്ചടിയാണ് BJP A ക്ലാസ് മണ്ഡലമായി കരുതിയ പാലക്കാട് ഉണ്ടായിരുന്നത്. അത് പ്രത്യേകിച്ചും നഗരമേഖലയിൽ, അതായത് BJP-യുടെ ശക്തിദുർഗം എന്ന് അവർ തന്നെ കരുതിയിരുന്ന നഗരസഭാ മേഖലകളിൽ അവിടെയാണ് ഏറ്റവും വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. 6000-ത്തിലധികം വോട്ടുകളുടെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സഭാ മേഖലയിൽ മാത്രം എടുത്തു കഴിഞ്ഞാൽ അവിടെ 1500 വോട്ട് നോട്ടയ്ക്ക് പോയിട്ടുണ്ട്. ഈ 1500 വോട്ടിന്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥി ആരാണ്? അത് സ്ഥാനാർത്ഥി കൃഷ്ണകുമാറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നോട്ടയ്ക്ക് വോട്ട് ചെയ്യും എന്ന് പല പ്രവർത്തകരും അല്ലെങ്കിൽ BJP-ക്ക് കിട്ടേണ്ട വോട്ട് ചെയ്യേണ്ട ആളുകൾ പറഞ്ഞു എന്നാണ് പ്രമീള ശശിധരൻ പറഞ്ഞത്. പ്രമീളയുടേത് മാത്രമല്ല, ശിവരാജന്റെ ശബ്ദം നമ്മൾ കേട്ടു, രഘുനാഥന്റെ ശബ്ദം നമ്മൾ കേട്ടു. അങ്ങനെ ഈ സ്ഥാനാർത്ഥി നിർണയത്തിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നും അത് സുരേന്ദ്രന്റെ താല്പര്യമായിരുന്നു എന്നുമാണ് ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. അത് കേവലം ഒരു ആക്ഷേപം എന്ന നിലയിൽ മാത്രമായിരിക്കില്ല BJP-യുടെ സംസ്ഥാന നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ നടക്കുമ്പോൾ അതിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. കാരണം അത് വലിയൊരു ആയുധമായി സുരേന്ദ്രന്റെ സ്ഥാനം തെറിക്കാൻ, പദവി തെറിക്കാൻ പാകത്തിലുള്ള ഒരു ആയുധമായി ഉപയോഗിക്കാനായിരിക്കും ഇവർ ശ്രമിക്കുക. നമ്മൾ നേരത്തെ ഈ വിമർശനം ഉന്നയിച്ച പ്രമീള ശശിധരനൊക്കെ സംസ്ഥാന സമിതി അംഗമാണ്. ഇനി പ്രധാനപ്പെട്ട കാര്യം, ഈ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ദേശീയ നേതൃത്വം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അത് നൽകുന്ന ഒരു സൂചനയുണ്ട്. അത് നൽകുന്ന സൂചന സുരേന്ദ്രൻ ഇപ്പോഴും ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണയുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം V മുരളീധരനൊക്കെ എടുത്ത നിലപാട് അത് സുരേന്ദ്രന് നേരെ എതിരായിരുന്നു. സുരേന്ദ്രനെ V മുരളീധരൻ കൈയൊഴിഞ്ഞു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിരീക്ഷണങ്ങൾ പുറത്തു വന്നിരുന്നു. അതിനൊക്കെ ഇന്ന് സുരേന്ദ്രൻ പാടെ തള്ളുകയാണ്. ഒരുപക്ഷെ സുരേന്ദ്രൻ അറിയാമായിരിക്കും ഇതൊക്കെ സംസ്ഥാന നേതൃയോഗത്തിൽ വരുമ്പോൾ വിമർശനങ്ങളായി. ഒരു നിമിഷം